ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേദിയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിന് ഞാൻ ആദ്യം അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ധാരാളം മൂല്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത് വെറുതെ പറയുക മാത്രമല്ല, അവിടുന്ന് ചെയ്തത് അവിടുന്ന് കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചത്. ഒരിക്കൽ ഒരു അഹ്റാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയേ, എനിക്ക് എല്ലാ തെറ്റിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല പ്രവാചകരെ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ കഴിയൂ നബിയെ. ഈ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്റാബിയോട് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്. ഈ ഒരു തെറ്റിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്ന് കേട്ടപ്പോൾ അഹ്റാബിക്ക് സന്തോഷമായി. കള്ളം പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ, ബാക്കി എല്ലാ തെറ്റുകളും ചെയ്യാലോ എന്ന് കരുതി അദ്ദേഹം സന്തോഷിച്ചു. മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ സമയത്താണ് നബിയുമായി ചെയ്ത കരാർ ഓർമ്മ വന്നത്. എന്ന് ഓർമ്മ വന്നപ്പോൾ അയാൾ മോഷണ ശ്രമത്തിൽ നിന്ന് പിന്മാറി. ഇങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ നബിയുമായി ചെയ്ത കരാർ ഓർമ്മ വരികയും എല്ലാ തെറ്റിൽ നിന്നും മോചിച്ചു മാറി സ്വാലിഹായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പ്രവാചകരെ അവിടുത്തെ അനുയായികൾ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് നയിച്ചത്. നമ്മെ എല്ലാവരും പ്രവാചകരെ പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, ആദരവ്, ബഹുമാനം എന്നീ രണ്ട് പ്രധാന കാര്യങ്ങളാണ്. അവയെ കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ എല്ലാ സ്വർഗങ്ങളും അനുഭവിച്ച ഒരാളായിരുന്നു ഇബ്ലീസ്. അവനെ അല്ലാഹു പുറത്താക്കി. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അവൻ വിസമ്മതിച്ചതായിരുന്നു കാരണം. മാത്രമല്ല അല്ലാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൽ വളരെ ഏറെ പാഠമുണ്ട്. അതായത് അനുസരണ ഏറ്റവും ആവശ്യമാണ്. അതിന് കൂട്ടാക്കാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്തിരുന്നാലും അവന്റെ നഷ്ടപ്പെടുക എന്നുമാണ് അത്. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, പലരോടും നാം മര്യാദ കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ കഴിയൂ. പലപ്പോഴും നാം ചെയ്ത കൂട്ടുകെട്ടിൽ പെട്ട് മുതിർന്നവരെ അനുസരിക്കാതിരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓർമ്മിപ്പിക്കുന്നു, അത്തരക്കാരായി നാം ഒരിക്കലും മാറിക്കൂടാ എന്നാണ് നമ്മുടെ മതത്തിന്റെ നിർവചനം എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.